ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അടിപൊളി കറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നമ്മുടെ ബീൻസും ക്യാരറ്റും ചേർത്ത കറി. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമുക്ക് കോളിഫ്ലവറോ പൊട്ടറ്റോയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 വെജിറ്റബിൾസ് ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ബീട്രൂട്ടൊന്നും ആഡ് ചെയ്യരുത്. ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളർ മാറിപ്പോൾ. ബാക്കിയുള്ള വെജിറ്റബിൾസ് എണ്ണയിൽ വഴറ്റി കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഏതാണ് എളുപ്പത്തിൽ കുക്കാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 150 ഗ്രാം ബീൻസ് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ്, അതായത് ഒരു 100 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 തക്കാളിയാണ്. ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അധികം വലിയ തക്കാളിയല്ല. വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതി. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില വേണം, തേങ്ങ ചിരവിയത് വേണം, പച്ചമുളക് വേണം. പിന്നെ വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഞാനിപ്പോൾ 1/2 കപ്പാണ് എടുക്കുന്നത്. ഇത് വറുത്തിട്ട് തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കപ്പലണ്ടി വറുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് പൊട്ടി തൊലിയൊക്കെ ഒന്ന് കളർ മാറി വരണം. അതിനുശേഷം ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിത് ആദ്യം ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. കപ്പലണ്ടി വറുക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. കപ്പലണ്ടി ഒന്ന് ചൂടായി വരുമ്പോൾ പൊട്ടിത്തുടങ്ങും. പിന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നന്നായിട്ട് കളർ മാറി വരുന്നത് വരെ. അപ്പോൾ ഞാനിതൊന്ന് വറുത്തെടുക്കട്ടെ. നമ്മളിപ്പോൾ നമ്മുടെ കപ്പലണ്ടി വറുത്ത് മാറ്റി കഴിഞ്ഞു. ഞാനിപ്പോൾ അതേ പാനിലേക്ക് തന്നെ പാനൊന്ന് തുടച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആവിയിലിരുന്നിട്ട് ക്യാരറ്റും ബീൻസും കുക്കായി വരണം. ബാക്കിയുള്ളത് നമ്മുടെ മസാലയിൽ കിടന്ന് കുക്കായിക്കോളും. നന്നായിട്ടൊരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം അടച്ചു വയ്ക്കാനായിട്ട്. അപ്പോൾ ബീൻസിൻ്റെ ഒക്കെ കളറൊന്ന് മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു 2 മിനിറ്റ്. നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കുക. കപ്പലണ്ടി തൊലി മാറ്റിയെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കപ്പലണ്ടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർക്കാം. നമ്മളിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർത്തു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരപ്പിലേക്ക് വെള്ളം ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതുകൊണ്ട് അരപ്പിലേക്ക് വെള്ളം ചേർത്തു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ അരപ്പ് ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്ക് വേറൊരു പാൻ എടുക്കാം. അപ്പോൾ നമ്മുടെ ബീൻസും ക്യാരറ്റും കുക്കായി വരുന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ അടുത്ത പാൻ ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീൻസും എന്താ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിരുന്നു, ഒരു 10 മിനിറ്റോളം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ പാനിൽ നമ്മുടെ കറി റെഡിയാക്കാം. ഇല്ലെങ്കിൽ ഇത് ഈ പാനിൽ നിന്ന് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ കറി റെഡിയാക്കാം. ഞാനിപ്പോൾ വേറെ പാനിലാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. ജീരകം പൊട്ടി വരുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക, ലോ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ചേർക്കുന്നതെങ്കിൽ ജീരകം പൊട്ടി കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ജീരകം ഒന്ന് ചൂടായി പൊട്ടി വരുന്നുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂണേ മുളക് പൊടി ചേർക്കുന്നുള്ളൂ. നമ്മൾ അരപ്പിൽ നമ്മുടെ പച്ചമുളക് ചേർത്ത് അരച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത്. ഇനി പൊടികളൊന്ന് കുക്കായി വരട്ടെ. പൊടികൾ ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ അരപ്പിൻ്റെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും റോ സ്മെല്ലൊന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ്, പച്ചവെള്ളം ചേർക്കരുത്. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കട്ടെ. അരപ്പ് ഒരു 4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരപ്പ് നന്നായിട്ട് കുക്കായി വരുള്ളൂ. അരപ്പിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ മാറി വരുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തക്കാളിയൊക്കെയാണല്ലോ അരച്ചെടുത്തിരിക്കുന്നത്. ആ തക്കാളിയുടെ ഒക്കെ റോ ടേസ്റ്റ് ഒന്ന് മാറി വരണം. അതുവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ബീൻസിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ വേവിക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബീൻസൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ കേട്ടോ. നമ്മളിപ്പോൾ അരപ്പ് ചേർത്തിട്ട് 2 മിനിറ്റ് ആയി. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഈ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അരപ്പിൽ നിന്ന് ആ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും ചെറിയ ബർണറിലാണ്. വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവില്ല. നമ്മുടെ അരപ്പ് കറക്റ്റായിട്ട് കുക്കായി വരില്ല. കൂടുതൽ വേഗത്തിൽ കുക്കായി വരുമ്പോൾ എണ്ണയൊക്കെ പുറത്തേക്ക് വരും, പക്ഷെ അരപ്പ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ടാവില്ല. ആ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അരപ്പ് കുക്കായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ അരപ്പ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് ആയി. ഇത് കണ്ടോ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കോളിഫ്ലവറൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കോളിഫ്ലവറും ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടിയൊക്കെ അരച്ചതുകൊണ്ട് നമ്മുടെ അരപ്പ് വേഗം കുറുകി വരും. അപ്പോൾ വേഗം കുറുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിച്ചു വരില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട്. അരപ്പ് കുറുകി വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും വെള്ളത്തിൻ്റെ അളവ്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മൾ അവസാനവും കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിയിലേക്ക് കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ കറിയിലേക്ക് പിടിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് 2 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം തന്നെ ചേർക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. ചെറിയ തീയിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുറുകി വരണം. അതിന് ശേഷമാണ് നമ്മുടെ കറിയുടെ ഉപ്പ് എരിവൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഷ്ണങ്ങളിലേക്ക് മസാലയൊക്കെ പിടിച്ച് ഉപ്പ് എരിവൊക്കെ കറക്റ്റായിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് തുടങ്ങി. ഞാനൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വയ്ക്കാൻ പോവുകയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അത്രയും സമയം ഇളക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ തീയിൽ തിളച്ചുകൊണ്ടിരുന്നോളും. ഈ സമയത്ത് ആദ്യം അടുത്ത കപ്പലണ്ടിയുടെ ബാലൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നമുക്ക് തുറക്കാം. ഇതാ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയും കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ ചൂട് മാറി വരുമ്പോൾ വീണ്ടും തിക്കായി വരും കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ചൂട് മാറി വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുറുക്കിയെടുക്കാം. പക്ഷേ ഇതാണ് നമുക്ക് ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കറക്റ്റ് പാകം. അപ്പോൾ നമ്മൾ ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഒരു പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. എരിവ് ആവശ്യത്തിന് ഉണ്ടാവും. നമ്മൾ മുളക് പൊടിയും പച്ചമുളകും ചേർത്തിട്ടുള്ളതുകൊണ്ട് എരിവ് ആവശ്യത്തിന് ഉണ്ടാവും.
കുറവാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് മേളിൽ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ കഴിക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ്. ചൂടോടെ കഴിക്കുമ്പോൾ നമ്മുടെ ബീൻസിലേക്കൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് മസാല പിടിക്കാത്ത പോലെ തോന്നും. പക്ഷെ ചൂടൊന്ന് മാറി വന്നിട്ട് ഒരു ചെറിയ ചൂടോടുകൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ്, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.